കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നമ്മൾ ഈ പ്രഭാതത്തിൽ വളരെ ചെറിയ ദൈർഘ്യമുള്ള ഒരു മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. നമുക്ക് പരിചയമുള്ള മന്ത്രമാണ് ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന മന്ത്രം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഇന്ന് എൻ്റെ ജീവിതാവസ്ഥ വളരെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥയായിരിക്കാം. ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാകാം. എൻ്റെ കുടുംബജീവിതം ഒരു തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നു എന്ന സാഹചര്യമാകാം. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിരിക്കുന്നു, മക്കൾ അനുസരിക്കാതെ ആയിരിക്കുന്നു, മക്കളുടെ പരീക്ഷകളിൽ അവർക്ക് പ്രതീക്ഷിച്ചതുപോലെ ഉയരാൻ കഴിയുന്നില്ല, സാമ്പത്തിക പ്രതിസന്ധികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഹൃദയത്തിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. മനസ്സിൽ പറഞ്ഞാൽ മതി, മനസ്സിൽ അത് പതിയട്ടെ. നിന്റെ ഹൃദയത്തിൻ്റെ താളത്തോട് ആ പ്രാർത്ഥനാ മന്ത്രത്തിൻ്റെ താളം ലയിക്കട്ടെ. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഏതുറക്കത്തിലും ആത്മാവ് ആവർത്തിച്ച് പറയുന്ന ഒരു മന്ത്രമായത് മാറട്ടെ. നിനക്ക് രോഗമുണ്ടാകാം, നിനക്ക് വേദനകളുണ്ടാകാം, ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ടാകാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. നിന്റെ ഭവന നിർമ്മാണത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയെക്കുറിച്ച്, വിട്ടുമാറാത്ത രോഗപീഠകളെക്കുറിച്ച്, ജോലിയില്ലാത്ത സാഹചര്യത്തെക്കുറിച്ച്, മക്കളുടെ വിവാഹം നടക്കാത്തതിനെക്കുറിച്ച്, ആരും നിന്നെ സഹായിക്കാത്ത സാഹചര്യത്തെക്കുറിച്ച് നിന്റെ മനസ്സിൽ ഭാരങ്ങളുണ്ടാകാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിന്റെ ജീവിത പങ്കാളി നിന്നെ അംഗീകരിക്കാത്തതിനെക്കുറിച്ച്, നിന്റെ ജീവിത പങ്കാളി നിന്നെ ബഹുമാനിക്കാത്തതിനെക്കുറിച്ച്, നിന്റെ ജീവിത പങ്കാളി നിന്നെ മനസ്സിലാക്കുന്നില്ല, നിന്നോട് ചേരുന്നില്ല, ഹൃദയത്തിൽ കുടുംബത്തിൽ ഒരു ഹൃദയ ഐക്യമില്ലാത്തതിനെക്കുറിച്ച് ഭാരമുണ്ടാകാം. നിന്റെ തൊഴിൽ മേഖലകളിൽ വിട്ടുമാറാത്ത പ്രതിസന്ധികൾ, നീ വളരുന്നതും ഉയരുന്നതും ഇഷ്ടപ്പെടാത്ത ചിലരുണ്ട് എന്ന ചിന്തകൾ. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ പെടാത്തത്, വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിട്ട് അത് സാധിക്കാത്തത്, നാട്ടിലൊരു ജോലി അന്വേഷിച്ചിട്ട് അത് കിട്ടാത്തത്, വസ്തു ഇടപാട് നടത്താൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാത്തത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ ആവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. അതൊരു ബോധ്യമാണ്, അത് വിശ്വാസമാണ്, അത് പ്രത്യാശയാണ്. എന്നെ കാത്തുപരിപാലിക്കുന്ന എൻ്റെ ഈശോ, അവൻ മയങ്ങുകയില്ല, അവൻ ഉറങ്ങുകയില്ല,
അവൻ ഉറക്കം തൂങ്ങുകയില്ല. കാൽ വഴുതാൻ അവൻ എന്നെ അനുവദിക്കുകയില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഞാൻ നശിച്ചു പോകാൻ, ഞാൻ തകർന്നു പോകാൻ എൻ്റെ ഈശോ അനുവദിക്കുകയില്ല. നിത്യമായ നാശത്തിന് അവിടുന്ന് എന്നെ വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവരിൽ നിന്ന് ഞാൻ മുഖം തിരിക്കുകയില്ല എന്ന് അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. ഹൃദയത്തിൽ വലിയ ആശ്വാസം തരുന്ന, വലിയ മോചനം തരുന്ന, വലിയ സൗഖ്യം തരുന്ന പ്രാർത്ഥനാ മന്ത്രമാണ് ഈശോ എൻ്റെ കൂടെയുണ്ട്. കുഞ്ഞേ, നിന്റെ കാവലായി അവിടുന്ന് പിന്നിലുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. ഒരു ശത്രുവും നിന്നെ പിന്നിൽ നിന്ന് ആക്രമിക്കുകയില്ല, കാരണം അവിടുന്ന് കാവലായി പിന്നിലുണ്ട്. നിന്റെ ഭൂതകാലം നിന്നെ ഭാരപ്പെടുത്തുകയില്ല, കാരണം കാവലായി അവിടുന്ന് പിന്നിലുണ്ട്. നിന്റെ ഉള്ളിലുള്ള ശത്രുക്കൾ നിന്നെ ആക്രമിച്ച് കീഴടക്കുകയില്ല, കാരണം ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ഉള്ളിലുള്ളത്. കരുതലായി ഈശോ ഉള്ളിലുണ്ട്. നിന്റെ ഭാവി കാലം നിന്നെ ഭാരപ്പെടുത്തുകയില്ല, കാരണം വഴി നടത്തുന്നവനായി നിന്റെ ഈശോ നിന്റെ മുന്നിലുള്ളത് നിന്നെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയിലേക്ക്, നിത്യസൗഭാഗ്യത്തിന്റെ പരകോടിയിലേക്ക് നിന്നെ ഉയർത്താനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. സത്യദൈവമായിട്ടുള്ള ഈശോ നിന്റെ മുകളിലുള്ളത് സ്വർഗത്തിന്റെ സർവൈശ്വര്യങ്ങളും നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ദേശത്തിന്റെ മേൽ വർഷിക്കാനാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. എല്ലാം ഈശോയുടെ ദാനമാണ്. ജീവനും എനിക്കുള്ളതെല്ലാം അവിടുത്തെ ദാനമാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് നിന്റെ ചുറ്റുപാടുകളെ പ്രകാശിപ്പിക്കുന്ന ഈശോ നിന്റെ കൂടെയുണ്ട്. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിന്റെ ഇടത്തും വലത്തുമുള്ള കാര്യങ്ങൾ ഈശോ നോക്കിക്കൊള്ളും. പകൽ പറക്കുന്ന അസ്ത്രത്തെ നീ ഭയപ്പെടണ്ട. രാത്രിയിൽ വരുന്ന മഹാമാരികളെ നീ ഭയപ്പെടണ്ട. നിന്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലതുവശത്ത് 10,000-ങ്ങളും മരിച്ചു വീണാലും ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കാതെ കാക്കുന്ന നിന്റെ ഈശോ നിന്റെ കൂടെയുണ്ട്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക. ഇന്ന് നീ മറ്റൊരാളുടെ സഹായം കൂടാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം. ഓരോ കാൽവയ്പ് വയ്ക്കുമ്പോഴും നിന്റെ കാലുകൾക്ക്, നട്ടെല്ലിന്റെ ഡിസ്കുകൾക്ക് വേദനയുണ്ടാകാം. ഡിസ്കുകൾക്കിടയിൽ ഞരമ്പ് അമർന്നിരിക്കുന്ന അവസ്ഥയാകാം. നിന്റെ കാൽ ഞരമ്പുകളിലൂടെയുള്ള രക്തഓട്ടമില്ലാത്ത അവസ്ഥയാകാം. കുഞ്ഞെ, നിന്റെ ബന്ധങ്ങൾ അറ്റുപോയിരിക്കുന്ന സാഹചര്യമാകാം. നിന്റെ പ്രിയപ്പെട്ട ആരോ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. നിന്നിൽ നിന്ന് ശാരീരികമായും ആത്മീയമായും മാനസികമായും അകന്നു പോയിട്ടുണ്ടാകാം. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കുക.
മനസ്സിൽ മന്ത്രം ആവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. എല്ലാ പ്രതീക്ഷകളും അറ്റുപോയ ഒരാളായിരിക്കാം നീ. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കാൽവെപ്പ് മുന്നോട്ട് എനിക്കെടുക്കാൻ കഴിയില്ല എന്ന ചിന്തയിൽ, മരിച്ചാൽ മതി എന്ന ചിന്തയിൽ കഴിയുന്ന ആളായിരിക്കാം. മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നട്ടം തിരിയുന്ന അവസ്ഥയിലായിരിക്കാം നിന്റെ ഹൃദയം. ചിന്തകൾ മന്ദീഭവിച്ചു പോയിരിക്കുന്നു, ബുദ്ധിയിൽ ഇരുട്ട് കയറുന്നു, കണ്ണ് തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ പറ്റുന്നില്ല, കാത് തുറന്നിരുന്നിട്ടും ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാൻ. മനസ്സിലാവർത്തിച്ച് പറയട്ടെ, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കണ്ണുനീരൊഴിഞ്ഞ ദിനരാത്രങ്ങളില്ല. രാത്രിയിൽ കരഞ്ഞ് കരഞ്ഞ് രാത്രി മുഴുവൻ ചെലവഴിക്കേണ്ടി വരുന്ന സാഹചര്യം, ഒരുപോലെ കണ്ണടക്കാൻ പറ്റാത്ത ജീവിതാവസ്ഥ, രോഗപീഠകൾ, ക്യാൻസർ നിന്നെ കാർന്നു തിന്നുന്നുണ്ടാകാം, ലിവർ സിറോസിസ് വന്നിട്ടുള്ള അവസ്ഥയാകാം, ലങ്സിൽ വെള്ളം കെട്ടുന്നുണ്ടാകാം, ഉദരത്തിലുള്ള കുഞ്ഞിനെ കുറിച്ചുള്ള ആകുലതകൾ ഭാരപ്പെടുത്തുന്നു, പ്രസവ സമയത്ത് കുഞ്ഞിനെ വലിച്ചെടുക്കേണ്ടി വന്നു, കുഞ്ഞിന്റെ ഇടത് കരത്തിന്റെ ലിഗമെന്റ്, ഷോൾഡറിന്റെ ഞരമ്പ് മുറിഞ്ഞുപോയി, കുഞ്ഞിന്റെ ഇടത് കരം ഉയർത്താൻ പറ്റുന്നില്ല. ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, കർത്താവ് സാക്ഷിയാക്കി തീർക്കുന്നു. ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച് നിന്റെ വേദനകൾ അവിടത്തേക്ക് കൊടുക്കുക. നിന്റെ കുടുംബത്തെ ഈശോയ്ക്ക് കൊടുക്കുമ്പോൾ, ഈശോയെ നിനക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു കുടുംബമാക്കി എൻ്റെ കുടുംബത്തെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എനിക്ക് വേണ്ടി ജീവിക്കാനല്ല, നിനക്ക് വേണ്ടി ജീവിക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ അഭീഷ്ടങ്ങൾ അന്വേഷിക്കാനല്ല, നിന്റെ രാജ്യവും നിന്റെ നീതിയും അന്വേഷിക്കാൻ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ഭാരങ്ങൾ ഏറ്റെടുക്കണമേ, ദുശീലങ്ങളിൽ നിന്ന് മോചനം നൽകണമേ, ലൈംഗിക വൈകൃതങ്ങളിൽ നിന്ന് കുഞ്ഞുമക്കൾക്ക് മോചനം നൽകണമേ, തെറ്റായ ബന്ധങ്ങളിൽ നിന്ന് ജീവിത പങ്കാളിക്ക് മോചനം നൽകണമേ, മദ്യാസക്തിയിൽ നിന്ന്, കഞ്ചാവിൻ്റെയും ഹാൻസിന്റെയും പാൻപരാഗിന്റെയും പുകവലിയുടെയും മറ്റ് പലതരത്തിലുള്ള തഴക്ക ദോഷങ്ങളുടെയും മേഖലയിൽ നിന്ന് മോചനം നൽകണമേ. കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലാത്ത സാഹചര്യത്തിന് മാറ്റം വരുത്തണമേ. കുമ്പസാരിച്ചിട്ട് കുർബാനയിൽ പങ്കെടുത്തിട്ട് ഏറെ നാളുകളായ ചില കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ഏറ്റെടുക്കണമേ. മനസ്സിലാവർത്തിച്ച് പറയാം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത്, വഴിയും വാതിലുമായ ഈശോ നിന്റെ കൂടെയുണ്ട്. നീ തേടിടുന്ന നിധിയായ ഈശോ നിന്റെ കൂടെയുണ്ട്. നീ അന്വേഷിക്കുന്ന രത്നമായ ഈശോ നിന്റെ കൂടെയുണ്ട്. നിന്റെ ആനന്ദവും നിന്റെ സൗഭാഗ്യവുമായ ഈശോ നിന്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. നിനക്ക് വിജയം തരുന്ന ഈശോ, പരീക്ഷകളിൽ നിനക്ക് വിജയം തരുന്ന, നിന്നെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്ന ഈശോ നിന്റെ കൂടെയുണ്ട്. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളുടെ കൂടെയുണ്ട്. അവർക്ക് ജ്ഞാനവും അറിവും നൽകുന്ന ഈശോ കൂടെയുണ്ട്. ഒരു അച്ഛൻ പറഞ്ഞു തരുമ്പോ ഏറ്റു ചൊല്ലാം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. 10 പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പറയാം, ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും.
ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെ ഇരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് അബോധ്യം ഹൃദയത്തിൽ നിറയട്ടെ. ആരും എൻ്റെ കൂടെയില്ല എന്ന ചിന്തകൾ, അപ്രകാരമുള്ള ചിന്തകളുടെ ഇരുട്ട് വിട്ടുപോകട്ടെ. എന്നെ നോക്കാൻ ആരുമില്ല എന്ന ചിന്തകൾ വിട്ടുപോകട്ടെ. ഈശോ നിന്റെ കൂടെയുണ്ട്. നിനക്ക് ഐശ്വര്യപൂർണമായൊരു ഭാവി ഈശോ നോക്കിക്കൊള്ളും. നിന്റെ കുടുംബത്തിൽ സമാധാനത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്ന ഒരു ദിവസത്തെക്കുറിച്ച് കർത്താവിന് പദ്ധതിയുണ്ട്. ഈശോ നിന്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് 10 പ്രാവശ്യം ആ മന്ത്രം ആവർത്തിച്ച് പറയട്ടെ. ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈശോ എല്ലാം നോക്കിക്കൊള്ളും. 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 ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. അനേകരിലേക്ക് കർത്താവിന്റെ സൗഖ്യത്തിന്റെ കൃപ ഈ സമയത്ത് ഇറങ്ങി വരുന്നുണ്ട്. വലതേ കാൽമുട്ടിന്റെ താഴെ ഒരു അസ്ഥി വളർന്നിരിക്കുന്നത് ഗ്രൈൻഡ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നാവിൽ തൊലി പോകുന്ന സാഹചര്യം, ക്യാൻസർ ആണോ എന്ന് സംശയിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. നെഞ്ചിലുള്ള എരിച്ചൽ ഈശോ എടുത്തു മാറ്റുന്നു. ചുമക്കുമ്പോൾ രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്ന ഒത്തിരി നാളുകളായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനെ കർത്താവ് പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. മൂക്കിൽ വളർന്നിരിക്കുന്ന ദശ ഈശോ എടുത്തു മാറ്റുന്നു. ശ്വാസതടസ്സം ഈശോ എടുത്തു മാറ്റുന്നു. അസ്ഥികളുടെ നട്ടെല്ല് കുഴിഞ്ഞു പോകുന്ന വേദനയുള്ള 4 പേരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പെടലിയുടെ ഭാരം ഈശോ ഏറ്റെടുക്കുന്നു. തലയിൽ താരനും ചൊറിച്ചിലും അമിതമായ മുടികൊഴിച്ചിലുമുള്ള 7 പേരെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അലർജി രോഗമുള്ള 10 പേരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. യൂറിനറി ഇൻഫെക്ഷനിൽ നിന്ന് 3 പേർക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. വലതുവശത്ത്, നട്ടെല്ലിന്റെ വലതുവശത്ത് ഡിസ്കുകളുടെ ലോവർ പാർട്ടിൽ ഉള്ള ഒരു വേദന, അതിശക്തമായ വേദന, നടക്കാൻ വളരെ പ്രയാസമുള്ള ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. കോൺസ്റ്റിപ്പേഷനുള്ള, മലബന്ധമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഈശോയെ സ്തോത്രം. കർത്താവ് അനേകരിലേക്ക് സൗഖ്യത്തിന്റെ കൃപ, മോഷൻ ഉണ്ടാകുന്നതിന് വേണ്ടി മരുന്ന്, കുറെ നാളുകളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് മരുന്ന് കൂടാതെ തന്നെ എല്ലാം ക്രമമായിട്ട് നടക്കാനുള്ളൊരു സൗഖ്യത്തിന്റെ കൃപ കർത്താവ് തരുന്നു. ബ്രസ്റ്റിലുള്ള മുഴ കർത്താവ്, ഇടതുവശത്ത് ബ്രസ്റ്റിൽ മുഴയുള്ളൊരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ഒരു സഹോദരിയെ മുഴ ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സിക്ക് അയച്ച റിസൾട്ട് വന്ന് ക്യാൻസർ ആണ്, ഇനി തുടർന്നുള്ള ചികിത്സകളിലേക്ക് പ്രവേശിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സഹോദരിയെ, ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സൗഖ്യം പൂർണ്ണമായി സാക്ഷ്യം പറയാൻ അടുത്ത ടെസ്റ്റുകളിൽ ക്യാൻസർ ഇല്ല എന്ന
റിസൾട്ട് കിട്ടാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. കർത്താവ് ഇടപെടുന്നു. ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ചൈതന്യം, സൗഖ്യപ്പെടുത്തുന്ന കർത്താവിൻ്റെ കൃപ ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. കണ്ണിൽ ഒരു എക്സ്ട്രാ ഗ്രോത്തുള്ള, കണ്ണിൽ മാംസം വളർന്ന് ഒരു പാട വളർന്ന് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കണ്ണിൻ്റെ ഞരമ്പുകൾ വീക്കായി ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് സാഹചര്യത്തിലുള്ളൊരു സഹോദരിയെ കർത്താവ് ഓൺലൈനിൽ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കണ്ണിൻ്റെ കാഴ്ചയിലേക്ക് കർത്താവിൻ്റെ കൃപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അനേകരെ കർത്താവ് ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, ആശുപത്രിയിലായിരുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ക്യാൻസർ ബാധിച്ചൊരു സഹോദരിയെ പ്രത്യേകമായി സമർപ്പിക്കുന്ന കർത്താവ് തൊടുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിൻ്റെ വലിയ കൃപ കർത്താവ് ഇപ്പോൾ പല്ലിൻ്റെ മോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്യാൻസർ ബാധിച്ചൊരു സഹോദരിയെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. സാക്ഷിയാക്കി കർത്താവ് മാറ്റുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. അനേകർക്ക് കർത്താവിൻ്റെ കൃപ, സൗഖ്യത്തിൻ്റെ കൃപ, ഇപ്പോൾ വിശ്വാസത്തിൻ്റെ കൃപ, പ്രത്യാശയുടെ കൃപ. ബ്രെയിനിൽ രക്തം തുള്ളി കട്ട പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. എല്ലാ ആകുലതകളും ഭാരങ്ങളും കർത്താവ് എടുത്തു മാറ്റുന്നു. സമാധാനത്തിൻ്റെ പൂർണ്ണത. ഈശോ എൻ്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ ഇതാ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചിന്തകളെ, ധാരണകളെ അതിലംഘിക്കുന്ന വലിയ ഒരഭിഷേകം ഇപ്പോൾ ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് ഈശോയേന്ന് ഹൃദയത്തിൽ വിളിച്ച്, ഈശോ നിന്റെ കൂടെയുണ്ട്, ഈശോ നിന്നെ നോക്കിക്കൊള്ളുമെന്ന ബോധ്യത്തോടെ അടുത്തിരിക്കുന്ന ഒരു 5 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ ഈശോയെ എന്ന് വിളിച്ചോ. ഈശോയെ, ഈശോയെ. വലിയ അഭിഷേകം അസ്ഥികളിലേക്ക്, വരണ്ടുണങ്ങിയ അസ്ഥികളിലേക്ക് കർത്താവിൻ്റെ അഭിഷേകം. ഈശോയെ, സമാധാനത്തിൻ്റെ പൂർണ്ണത നൽകുന്ന ഒരഭിഷേകം, ഭക്തിയുടെ പൂർണ്ണത നൽകുന്ന ഒരഭിഷേകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, രോഗപീഠകൾ കർത്താവ് ഏറ്റെടുക്കുന്ന ഒരഭിഷേകം, സാക്ഷികളാക്കി മാറ്റുന്ന ഒരഭിഷേകം. ഈശോയെ, നിന്റെ എല്ലാ പ്രാർത്ഥനകളും, യൂട്രസിലുള്ള മുഴ കർത്താവ് എടുത്ത് മാറ്റുന്നു. നിന്റെ ബ്ലീഡിങ്ങിൽ നിന്ന് കർത്താവ് നിനക്ക് മോചനം നൽകുന്നു. ഒത്തിരി നാളുകളായി പീരിയഡ്സ് നടന്നിട്ടില്ലാത്ത ഒരു യുവതിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഈശോയെ, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, നെഞ്ചുരുകി വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം 10,000 മടങ്ങായിട്ട് വർദ്ധിക്കട്ടെ. ഈശോയെ കർത്താവിൽ ആശ്രയിച്ച് വിളിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. നിന്റെ കണ്ണുനീര് കർത്താവ് ഏറ്റെടുക്കുന്നു. അടുത്തിരിക്കുന്ന 10 പേർക്ക് കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ വലിയ സൗഖ്യങ്ങൾ കിട്ടിയിട്ടും സാക്ഷ്യം പറയാതെ മടിയോടുകൂടി ഇരിക്കുന്ന ചില ആളുകളെ കർത്താവ് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി ഉണർത്തുന്നുണ്ട്. ഈശോയെ, ഈശോയെ. അടുത്തിരിക്കുന്ന 20 പേർക്ക് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ ഹൃദയം പൊട്ടി വിളിക്കട്ടെ. തൈറോയിഡിന്റെ മുഴ ഈശോ എടുത്ത് മാറ്റുന്നു. യേശുനാമം നിന്റെ തൊണ്ടയിൽ തൈറോയിഡ് എടുത്ത് മാറ്റുന്ന ഒരു അഭിഷേകമായിട്ട് മാറുന്നു. ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. ഗോയിറ്ററിന്റെ മുഴ കർത്താവ് എടുത്ത് മാറ്റുന്നു. നിരന്തരമായ തലവേദനയിൽ നിന്ന്, തലയിലുള്ള ചൊറിച്ചിലിൽ നിന്ന് കർത്താവ് 5 പേരെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, വിടുതൽ നേടട്ടെ, അന്ധകാരം നീങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ, ഹൃദയത്തിലേക്ക് അഭിഷേകം നിറയട്ടെ. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ സാധിക്കട്ടെ. ഈശോയെ, മനസ്സുരുകി വിളിക്കട്ടെ, മനസ്സുരുകി വിളിക്കട്ടെ, മനസ്സുരുകി വിളിക്കട്ടെ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. കർത്താവിൻ്റെ കരുണ. അടുത്തിരിക്കുന്ന 100 പേര് കേൾക്കാൻ പറ്റുന്ന അഭിഷേകത്തോടെ വിളിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കട്ടെ. ദേശം മുഴുവൻ നിറയട്ടെ. നിന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വന്ധ്യമായ ഉദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉദരത്തിലുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. സന്താനം, യേശുനാമത്തിൽ സന്താന സൗഭാഗ്യം ഉണ്ടാകട്ടെ. ഈശോയെ, മൊബൈൽ ഫോണിന്റെ അഡിക്ഷനിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകട്ടെ.
വസ്തുയിടപാടുകൾ നടക്കുന്നതിനുള്ള തടസ്സങ്ങൾ മാറട്ടെ. ഇരു കരങ്ങളും ഉയർത്തി വിളിക്കട്ടെ, മനസ്സ് തുറന്ന് വിളിക്കട്ടെ. നിന്റെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന ബോധ്യത്തോടെ വിളിക്കട്ടെ, നന്ദി പറഞ്ഞുകൊണ്ട് വിളിക്കട്ടെ, ഹൃദയത്തിൽ ആനന്ദത്തോടെ വിളിക്കാം, അഭിഷേകത്തോടെ ആശ്വാസം അനുഭവിക്കട്ടെ. നിന്റെ ഹൃദയത്തിൽ പ്രകാശം നിറയട്ടെ, ദുഃഖങ്ങൾ വിട്ടുപോകട്ടെ, നിനക്ക് വിജയം ഉണ്ടാകട്ടെ, ക്ഷമിക്കാൻ സാധിക്കട്ടെ, ഭാരങ്ങൾ വിട്ടുപോകട്ടെ. എളിമയോടെ വിളിക്കട്ടെ, ശക്തിയോടെ വിളിക്കട്ടെ, തീഷ്ണതയോടെ വിളിക്കട്ടെ. ഈശോയേ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, മാനസിക രോഗങ്ങളിൽ നിന്ന് മോചനം ഉണ്ടാകട്ടെ. അംഗവൈകല്യമുള്ളവരെ സമർപ്പിക്കുന്നു, വിധവകളെയും അനാഥരെയും സമർപ്പിക്കുന്നു, ജയിലുകളിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിലൂടെ രോഗപീഠകളിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു, ഭവനമില്ലാത്തവരെ സമർപ്പിക്കുന്നു, പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു, നീറ്റ് പരീക്ഷ എഴുതാനുള്ളവരെ സമർപ്പിക്കുന്നു, 10ലും 11ലും 12ലും ബോർഡ് എക്സാമുകൾ എഴുതുന്നവരെ സമർപ്പിക്കുന്നു, മറ്റ് പരീക്ഷകൾ വിദേശത്ത് പോകുന്നതിനുള്ള പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവരെ, അതിന്റെ റിസൾട്ട് കാത്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഈശോയേ, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കാവലായി ഈശോ കൂടെയുണ്ട്, നമ്മുടെ കരുതലായി ഈശോ ഉള്ളിലുണ്ട്. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു അഭിഷേകവും സൗഖ്യത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തുന്ന ഒരു സമയമാണ്. കർത്താവ് നമ്മുടെ കാവലായി കൂടെയുള്ളത്, കർത്താവ് നമ്മുടെ കരുതലായി നമ്മുടെ ഉള്ളിലുള്ളത് വലിയൊരു കൃപയാണ്. ഇത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാക്ഷ്യം പറയാനുള്ളവർക്ക് ഏറ്റവും അടുത്ത മുൻപിലേക്ക്, ഇവിടെ അൾത്താരയിലേക്ക് വരാവുന്ന രീതിയിലേക്ക് വന്നിവിടെ അടുത്ത് നിൽക്കാവുന്നതാണ്. ഈ ഗാനം ആലപിച്ചതിന് ശേഷം സാക്ഷ്യം പറയുന്നതിന് ആണ് അടുത്ത സാഹചര്യമുള്ളത്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ എന്ന് വിളിക്കാം. ഈശോയേ, ഇരുവശങ്ങളിലേക്കും കരമടിച്ച് ഈശോയെ എന്ന് വിളിച്ചേ. കാവലായെന്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായെന്റെ ഈശോ ഉണ്ട്. കാവലായെന്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായെന്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായെന്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായെന്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായെന്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായെന്റെ ഈശോ ഉള്ളിലുണ്ട്. വഴി നടത്തുമെന്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവമീശോ മുകളിലുണ്ട്. വഴി നടത്തുമെന്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവമീശോ മുകളിലുണ്ട്. പടം വഴി നടത്തുമെന്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവമീശോ മുകളിലുണ്ട്. കാവലായെന്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായെന്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായെന്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായെന്റെ ഈശോ ഉള്ളിലുണ്ട്. വഴി നടത്തുമെന്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവമീശോ മുകളിലുണ്ട്. വഴി നടത്തുമെന്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ
ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്. ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്. ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. അവനായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. അവനായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. ഇരുവശങ്ങളിലേക്കും കരമടിച്ച് അടുത്ത് നിൽക്കുന്നവരുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് പാടാം. സർവ്വവും യേശുവേ നിൻ ദാനമാണല്ലോ. ജീവനും ജീവിതവും ദാനമാണല്ലോ. 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 കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ മുന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്. ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്. ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്. ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും ദൈവം ഈശോ മുന്നിലുണ്ട്. ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. കരുതലായ എൻ്റെ തുള്ളിച്ചാടി ഒന്ന് പാടിയേ. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. തുള്ളിച്ചാടി വലിയ അഭിഷേകത്തോടെ ഈശോ ഉള്ളിലുണ്ട്. എല്ലാവരും തുള്ളിച്ചാടി അഭിഷേകത്തോടെ ഉള്ളിലുണ്ട്. കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. ഈശോയേ, 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 ഞാൻ അന്വേഷിക്കുന്ന നിധിയായ ഈശോയേ, ഞാൻ അന്വേഷിക്കുന്ന എൻ്റെ രത്നമായ ഈശോയേ, എൻ്റെ വാതിലും വഴിയുമായ ഈശോയേ, എൻ്റെ സത്യവും ജീവനുമായ ഈശോയേ. ഇരുവശങ്ങളിലെയും കരമടിച്ച് ഭക്തിയോടെ തേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന രത്നമെൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന രക്തമെൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന രത്നമെൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന രക്തമെൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന രത്നമെൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ. തേടിടുന്ന രക്തമെൻ്റെ യേശുവാണല്ലോ. അവനായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്.
കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. അവനായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. തുള്ളിച്ചാടി ഈ അഭിഷേകത്തോടെ എല്ലാവരും അഭിഷേകത്തിന്റെ നിറവോടെ ചാടിപ്പാട്ട് ബന്ധങ്ങൾ ഒഴുകട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ, അലസതയുടെ വിട്ടുപോകട്ടെ. വലിയ ആനന്ദ ഹൃദയത്തിൽ കരുതലായ എൻ്റെ ഈശോ. കരങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചേ. ഹാലേലുയ ഹാലേലുയ ഹാലേലുയ. ഹൃദയം തുറന്നു തോന്നിക്കട്ടെ. അഭിഷേകം 10,000 മടങ്ങാം. കെട്ടുകൾ പൊട്ടട്ടെ. Command every house go away from the children of God in the name of Jesus. യേശുനാമത്തിൽ പൈശാചിക വീടുകൾ ഈ മക്കളുടെ ഇടയിൽ നിന്ന് അവരുടെ ജീവിക്കുന്ന ഭവനത്തിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ വിട്ടുപോകണം. ഹല്ലേലൂയ. Command bind every power under the foot of the cross in the name of Jesus. The authority that's given to in the Holy Catholic Church through the Holy Priesthood. യേശുനാമത്തിൽ തിരുരക്തത്തിന്റെ അഭിഷേകം ഉണ്ടാകട്ടെ. യേശുനാമത്തിൽ തിരുരക്തത്തിന്റെ വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. കരങ്ങളടിച്ച് പാടട്ടെ. ഇരുവശങ്ങളിലേയും കരമടിച്ച് കാലുകൾ താളത്തിൽ മാറ്റി ചവിട്ടി വലിയ ആനന്ദത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വാതിലും വഴിയും എൻ്റെ യേശുവാണല്ലോ, സത്യവും ജീവനും എൻ്റെ യേശുവാണല്ലോ. വാതിലും വഴിയും എൻ്റെ യേശുവാണല്ലോ, സത്യവും യേശുവാണല്ലോ. വാതിലും വഴിയും എൻ്റെ യേശുവാണല്ലോ, സത്യവും ജീവനും എൻ്റെ യേശുവാണല്ലോ. വാതിലും വഴിയും എൻ്റെ യേശുവാണല്ലോ, സത്യവും ജീവനും എൻ്റെ യേശുവാണല്ലോ. വാതിലും വഴിയും എൻ്റെ യേശുവാണല്ലോ, സത്യവും ജീവനും എൻ്റെ യേശുവാണല്ലോ. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ ഉള്ളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ. വലിയ സന്തോഷത്തോടെ പാടിയേ. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, ഉള്ളിച്ചാടി കരുതലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്. കാവലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ പിന്നിലുണ്ട്.
കരമടിച്ച് ഇരുവശങ്ങളിലേക്ക് കരമടിച്ച് എല്ലാ ബന്ധനങ്ങളും കെട്ടുകൾ പൊട്ടട്ടെ, ആത്മാവിൽ നിറയട്ടെ. ഒരു പുതിയ ബന്ധക്കോസ്ത അനുഭവം കർത്താവിന്റെ മക്കൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമായിട്ട് മാറി. ഒരു പുതിയ ആനന്ദം, പുതിയ ചൈതന്യം ഇപ്പോൾ ഒഴുകി ഇറങ്ങട്ടെ. സർവവും യേശുവേ നിൻ ദാനമാണല്ലോ, ജീവനും ജീവിതവും ദാനമാണല്ലോ. സർവ്വവും യേശുവേ നിൻ ദാനമാണല്ലോ, ജീവനും ജീവിതവും ദാനമാണല്ലോ. സർവവും യേശുവേ നിൻ ദാനമാണല്ലോ, ജീവനും ജീവിതവും ദാനമാണല്ലോ. സർവ്വവും യേശുവേ നിൻ ദാനമാണല്ലോ, ജീവനും ജീവിതവും ദാനമാണല്ലോ. നേടിടുന്ന നിധി എൻ്റെ യേശുവാണല്ലോ, നേടിടുന്ന രത്നമെൻ്റെ യേശുവാണല്ലോ. 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 വാതിലും വഴിയും എൻ്റെ യേശുവാണല്ലോ, സത്യവും ജീവനും എൻ്റെ 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 യേശുവാണല്ലോ. കാവലായ എൻ്റെ യേശു മുന്നിലുണ്ട്, കരുതലായ എൻ്റെ യേശു മുന്നിലുണ്ട്. കാവലായ എൻ്റെ യേശു മുന്നിലുണ്ട്, കരുതലായ എൻ്റെ യേശു മുന്നിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ ഉണ്ട്. വഴി നടത്തും എൻ്റെ യേശു മുന്നിലുണ്ട്, ഏക സത്യ ദൈവം യേശു മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ ഈശോ മുന്നിലുണ്ട്, ഏക സത്യ ദൈവം ഈശോ മുകളിലുണ്ട്. വഴി നടത്തും എൻ്റെ യേശു മുന്നിലുണ്ട്, ഏക സത്യ ദൈവം യേശു മുകളിലുണ്ട്. കാവലായ എൻ്റെ ഈശോ മുന്നിലുണ്ട്, കരുതലായ എൻ്റെ ഈശോ. ഒരുമിച്ച് പാടാം, തുള്ളിച്ചാടി പാടാം. വലിയ വിഷയത്തോടെ തുള്ളിച്ചാടി ആനന്ദത്തോടെ എല്ലാ ബന്ധനങ്ങളും ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, ക്ലേശത്തിന്റെ കെട്ടുകൾ വിട്ടുപോകട്ടെ. വലിയ അഭിഷേകത്തിന്റെ മുദ്രങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ഈശോയേ, കൃപ വർഷിക്കണമേ. ഈശോയേ, സ്വതന്ത്രമായിട്ട് ഈശോനാമം വിളിച്ച് പ്രാർത്ഥിച്ചു. നിർത്താതെ ഒരു കൊടുങ്കാറ്റിന്റെ ആരവം പോലെ, ഇരുവെള്ളത്തിന്റെ ഇരച്ചില് പോലെ, വലിയ സൈന്യനിരയുടെ കാഹളം ഈശോയേന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. സ്വർഗം തുറക്കപ്പെടാം. സ്വസ്ഥതകൾ വിട്ടുമാറും. അതിന്റെ വലിയ ഒരു സ്നേഹത്തിന്റെ കുളിർ തന്നെ ഹൃദയത്തിലേക്ക് ഒഴുകിയിറങ്ങി. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.